തീക്കട്ടയിലും ഉറുമ്പരിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്ത് നിന്നാണ് ഈ വാർത്ത വരുന്നത്. ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതായി. പേരൂർ സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ച 48 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. സ്വർണം നഷ്ടപ്പെട്ട ധന്യ സുധി ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ഇവിടെ ലോക്കറിൽ വന്നിരുന്നു, ബാങ്കിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ലോക്കറിന്റെ റെന്റ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ എനിക്കതിന്റെ അടയ്ക്കണം. അപ്പോൾ തന്നെ പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഈ ഏപ്രിൽ മാസം 27-ാം തീയതി വീണ്ടും ബാങ്കിൽ തിരികെ വന്നു. ഞാൻ എൻ്റെ ബോക്സിൽ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വെച്ച 1 മില്ലിഗ്രാം പോലും എൻ്റെ മക്കളുടെ ഒരു കമ്മലാവട്ടെ ഒന്നും അതിനകത്തില്ലാത്തൊരു അവസ്ഥയെ കാണുന്നത്. മറ്റേതെങ്കിലും ലോക്കറിൽ എൻ്റെ ഗോൾഡ് ഇരിക്കട്ടെ എന്നാണ് അവർ എന്നോട് പറയുന്ന ന്യായം. പക്ഷേ ഞാൻ അന്ന് തന്നെ 4 മണിയായപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് എനിക്കൊരു നീതിയും കിട്ടാതെപ്പോൾ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തു. എൻ്റെ കേസ് ശരിക്കും FIR ഇടുന്നത് ഞാൻ മെയ് 5-ാം തീയതി ഹേമലത മേഡത്തിനെ നേരിട്ട് പോയി എൻ്റെ അവസ്ഥ മൊത്തം പറഞ്ഞതിന് ശേഷം മെയ് 6-ാം തീയതിയാണ് എൻ്റെ കേസ് FIR ഇടുന്നത്. എന്നിട്ട് അന്വേഷണം നടക്കുന്നു എന്നല്ലാതെ എനിക്ക് വ്യക്തമായ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പോലീസിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകാനുണ്ട്. ജയശങ്കർ, നമ്മളിപ്പോൾ ഈ ബാങ്ക് ലോക്കറിൽ സ്വർണ്ണമൊക്കെ ഏൽപ്പിക്കുന്നത് ബാങ്കിലുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അതിനൊരു ഉത്തരവാദികൾ ഉണ്ടാവണം. ഈ ബാങ്ക് അധികൃതർ എന്താണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്? 48 പവൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർക്ക് സ്വർണം തിരിച്ചു കിട്ടണം. എന്താണ് അപ്പോൾ നടപടികൾ? കൊല്ലം പേരൂരിലെ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ പേരൂർ സ്വദേശിനിയായ ധന്യ ഈ ബാങ്കിന്റെ ലോക്കറിൽ, ഈ സഹകരണ ബാങ്കിന്റെ ലോക്കറിൽ കുറച്ചധികം സ്വർണം വെച്ചിരുന്നു. ഏകദേശം 48 പവനോളം സ്വർണം വെച്ചിരുന്നു. പക്ഷേ ഈയിടെ ലോക്കർ എത്തി പരിശോധിച്ച ഘട്ടത്തിൽ ആ സ്വർണം കാണാതാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. പക്ഷേ പോലീസ് ഈ പരാതി നൽകുകയും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ സ്വർണം എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഈ ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഹേമലത IPS കമ്മീഷണർ ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് ഈ ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. ഒപ്പം തന്നെ ഈ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്നാണ് ഈ സ്വർണം നഷ്ടമായ ധന്യ പറയുന്നത്. ഏകദേശം 48 പവനോളം സ്വർണം ലോക്കറിൽ ഉണ്ടായിരുന്നു. ആ സ്വർണം അവസാന ഘട്ടത്തിൽ ചില ചികിത്സയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വന്ന ഘട്ടത്തിലാണ് ഇത് കാണാനില്ലെന്ന കാര്യം മനസ്സിലായതെന്നാണ് ധന്യ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നിലവിൽ നടത്തി വരുന്നുണ്ട്. കേസെടുത്ത് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പറയുന്നത്. ബാങ്ക് അധികൃതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല, ഈ ബാങ്കിനുള്ളിൽ ഏത് തരം വസ്തുക്കളാണ് ലോക്കറിൽ വെക്കുന്നത് എന്ന കാര്യം തങ്ങൾക്ക് അറിയാൻ കഴിയില്ല, അത് കസ്റ്റമർക്ക് മാത്രമായിരിക്കും അറിയാൻ കഴിയുക എന്നതാണ് ബാങ്കിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനൗദ്യോഗിക വിശദീകരണം. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. കാരണം ഏകദേശം 48 പവൻ സ്വർണത്തിന് ഏകദേശം ഒരു 52 ലക്ഷത്തിലധികം രൂപ വില വരും. അപ്പോൾ ഗുരുതരമായൊരു മോഷണം എന്ന തലത്തിൽ തന്നെയാണ് പോലീസ് നിലവിൽ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ FIR എടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിനിടയിലാണ് ഈ ധന്യ ഈ സഹകരണ ബാങ്കിന് മുന്നിൽ ഇത്തരത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം ആരംഭിച്ചത്. 2 ദിവസമായി അവർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. തന്റെ മകളുമായി എത്തിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നിലവിൽ ഇവർ നടത്തി വരുന്നത്. വരും ദിവസങ്ങളിലും ഈ സ്വർണം തിരിച്ചു കിട്ടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്നാണ് ധന്യ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണവും സമാനമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ശരി ജയശങ്കർ, അപ്പോൾ അന്വേഷണം നടക്കട്ടെ. ശരിയാണ്, ഈ ബാങ്ക് ലോക്കറിൽ എന്താണ് ഒരു കസ്റ്റമർ കൊണ്ടുപോയി വെക്കുന്നതെന്ന് ഒരിക്കലും ബാങ്കിന് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ 48 പവൻ സ്വർണ്ണമൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അത് എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത ഉറപ്പായും ആ ബാങ്ക് അധികൃതർക്കുണ്ട്. അവരത് ചെയ്യും. അന്വേഷണത്തിലൂടെ കൃത്യമായൊരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നാണ് ഒരു വ്യാജ FB പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് KSU നേതാവ്